അഭിലാഷ്, ഇപ്പോൾ അർജുന്റെ ബന്ധു ജിതിൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ജിതിൻ, ഇപ്പോൾ ഈശ്വർ മാൽപേ മടങ്ങുകയാണ്. ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്താൻ യഥാർത്ഥത്തിൽ മാൽപേ അനുവദിക്കുന്നില്ല, നിങ്ങൾ കയറിപ്പോരൂ എന്ന് പലതവണയായി പറയുമ്പോൾ ഇനി ഷണ്ഠ കൂടി അവിടെ തുടരാൻ താല്പര്യമില്ല എന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ജിതിൻ? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം അനുമതി കൊടുക്കുന്നില്ല. പക്ഷേ ആക്ച്വലി ഡൈവിംഗ് മൂലം ഒരു തെരച്ചിൽ ഇനി സാധ്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നത്. ഉപയോഗിച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുള്ള ഒരു തെരച്ചിലിന് ഇനി സാധ്യത ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി ഡൈവിങ്ങിന് സാധ്യത ഇല്ല എന്നാണ് നിങ്ങൾക്കും തോന്നുന്നത് അല്ലേ? തോന്നുന്നത് വെച്ചാല് ഡൈവിങ്ങിന് സാധ്യതയുണ്ട്. അത് പിന്നെ ഈ വാഹനം കണ്ടെത്തി അതിനുശേഷം ഉള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് ഈ കയറെല്ലാം കിട്ടിയ സ്ഥലത്താണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഏരിയയിലേക്ക് ഡ്രഡ്ജിങ് ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗം കൂടുതലായിട്ട് തിരക്കി കഴിയുമ്പോൾ നമുക്കൊരു ഉത്തരം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വർ മാൽപേ എത്തിയത് നിങ്ങളുടെ കൂടി താല്പര്യത്തിലല്ലേ? അല്ല, ഞങ്ങളെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല വരുന്നുണ്ട് എന്നുള്ളതൊന്നും. അത് കാരണം നമുക്ക് ആദ്യമല്ല അവരെന്നാ പറഞ്ഞത്, ഇനി ഡൈവിംഗ് ചെയ്തിട്ടൊരു തരത്തിൽ സാധ്യമല്ല എന്നാണല്ലോ എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം അത് കൃത്യമായി അത് കൺവേ ചെയ്തോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഒരു അപമാനിതനായി മടങ്ങേണ്ട സ്ഥിതി അത് മോശമല്ലേ? കാരണം അദ്ദേഹത്തിന്റെ വീടും കുടുംബമൊക്കെ ഒഴിവാക്കി ഇവിടെ ഒരു രക്ഷാ ദൗത്യം എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വരികയാണ്. അത് എത്തരത്തിലാണ് നടക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നില്ല. ശരി ജിതിൻ, നിങ്ങൾ ഇപ്പോൾ തിരച്ചിലിന്റെ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ഭാഗത്തുണ്ട്. ഇനിയിപ്പോൾ വേലിയിറക്ക സമയം വേണം ഡ്രഡ്ജർ ഇറക്കാൻ ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. വേലിയിറക്ക സമയത്ത് ഇപ്പൊ വെള്ളം കൂടിയത് കൊണ്ട് വേലി ഇറങ്ങിയ സമയത്ത് സാധ്യമാകുമെന്നാണ് അറിയിച്ചത്. ഇതുവരെയുള്ള ഈ ഡ്രഡ്ജർ വന്ന ശേഷമുള്ള ഒരു ദൗത്യത്തെ എങ്ങനെയാണ് ജിതിൻ കാണുന്നത്? കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു പ്രശ്നം ഇത്തവണ നിങ്ങൾ തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു ആത്മാർത്ഥത സംശയിക്കുന്നുണ്ടോ? ഡ്രഡ്ജിങ് ഒരു സ്ലോ രീതിയിലാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അത്ര ഒരു ഫാസ്റ്റ് ആയിട്ടല്ല പോകുന്നത്. അതെന്തുകൊണ്ടാണ്? സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ? സാങ്കേതിക പ്രശ്നമായിരിക്കും, ഈ വെള്ളം കൂടുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പിന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മറ്റു വാഹനങ്ങളിലേക്കാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് പോയിരിക്കുന്നത്. ആദ്യം നമുക്ക് എപ്പോഴും വേണ്ടത് ഈ മാർക്ക് നേവി സ്ട്രോങ് ആയി തന്ന സിഗ്നൽ അവിടെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മറ്റു മേഖലകളിലേക്ക് നീങ്ങുന്നതായിരിക്കും ഉചിതം. നിലവിൽ എന്തായാലും നിങ്ങൾ അവിടെ തുടരുക തന്നെയാണ് അല്ലേ? എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ മടങ്ങുന്നില്ല? തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, വളരെ നന്ദി ജിതിൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈശ്വർ മാൽപേ മടങ്ങുമ്പോൾ അതിൽ കൃത്യമായും ഇപ്പോൾ അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് തന്നെയാണ് ജിതിൻ പറയുന്നത്. അവിടെ ഇനി ഡൈവിങ്ങിന് സാധ്യതയില്ല, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനെ സാധ്യതയുള്ളൂ. ഈശ്വർ മാൽപയോട് ചിലപ്പം കയറി വരാൻ ആവശ്യപ്പെട്ടതും അതുകൊണ്ടായിരിക്കാം. ഡൈവിംഗ് കൊണ്ട് ഇനിയൊരു തിരച്ചിൽ സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അർജുൻ്റെ ബന്ധു ജിതിനും പ്രതികരിക്കുന്നത്.